നിങ്ങളുടെ പല പ്രസൻറ്റിങ് ഇഷ്യൂസിൻ്റെയും റീസൺ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആണോ? നിങ്ങളുടെ പാർട്ട്ണറെ ഒരുപാട് ടൈം കോൾ ചെയ്തിട്ടും അവർ ഫോൺ എടുക്കാതാവുമ്പോൾ നിങ്ങൾ ആങ്ഷ്യസ് ആവാറുണ്ടോ? നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ അടുത്ത് വന്ന് കംപ്ലൈൻറ്റ്സ് പറയുമ്പോൾ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൽ ഇമോഷണലി വിഡ്രോ ചെയ്യാറുണ്ടോ? ഒരാളുടെ ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് എങ്ങനെയാണ് അവരുടെ അഡൽട്ട് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇത് നമ്മുടെ കരിയറിലായിരിക്കാം, അതുപോലെ തന്നെ നമ്മുടെ പേരൻസ് ആയിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ പാരൻറ്റിങ്ങിൽ, അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള ആ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ കൊളീഗ്സായിട്ട്, നമ്മുടെ ഫ്രണ്ട്സായിട്ട് എല്ലാം, മണിയായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതിലെല്ലാം എങ്ങനെയാണ് ഈ ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പല പ്രസൻറ്റിങ് ഇഷ്യൂസിൻ്റെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് പ്രോഗ്രാമിംഗ് ആണ്. ഇവ രണ്ടും തമ്മിലുള്ള ഒരു കണക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു അവയർനെസ് ആണ് ഈ ഒരു പ്രോസസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഏതൊരു വ്യക്തിയുടെയും 0 to 7 years എന്ന് പറയുന്ന പീരീഡിനെ ഫോർമാറ്റീവ് ഇയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ ഒരു പീരീഡിലാണ് നമ്മുടെ സെൽഫ് വ്യൂ, അതായത് ഞാൻ എങ്ങനെ എന്നെ നോക്കിക്കാണുന്നു, എന്നെ പറ്റിയിട്ടുള്ള എൻ്റെ ബിലീവ്സ്, അതുപോലെ തന്നെ വേൾഡ് വ്യൂ, ഞാൻ എങ്ങനെയാണ് വേൾഡിനെ പറ്റി മനസ്സിലാക്കിയത്, അതായത് എൻ്റെ ചുറ്റുള്ള ആൾക്കാരെല്ലാം എങ്ങനെയാണ്, അതായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഈ വേൾഡ് വ്യൂ, ഇത് രണ്ടും ഫോം ചെയ്യുന്നത് ഈ 0 to 7 years എന്ന പീരീഡിലാണ്. അതുകൊണ്ട് തന്നെ ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു വ്യക്തിയുടെ ലൈഫിലും. ഒരു അഡൾട്ട് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല പ്രോബ്ലംസിൻ്റെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ 0 to 7 years ലേൺ ചെയ്യുന്ന എക്സ്പീരിയൻസസിൻ്റെ ബേസിലായിരിക്കും. ഈ 0 to 7 years എന്ന് പറയുന്ന ഈ പീരീഡിലാണ് ഒരാളുടെ ബിലീവ് സിസ്റ്റം, ഹാബിറ്റ്, ഇമോഷണൽ പാറ്റേൺ, ബിഹേവിയറൽ പാറ്റേൺ ഇതെല്ലാം ഫോം ചെയ്യുന്നത്. ഈ ഒരു പാറ്റേൺ ത്രൂ ഔട്ട് ഈ ചൈൽഡിൻ്റെ അഡൾട്ട് ലൈഫിലും കാണാൻ സാധിക്കുന്നതാണ്. ഏതൊരു ചൈൽഡിൻ്റെയും പ്രൈമറി നീഡ് എന്ന് പറയുന്നത് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്, എസ്പെഷ്യലി ഫ്രം പാരൻസ്. ഈ 0 to 7 years ചൈൽഡിന് ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഇവരുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഫുള്ളി ഡെവലപ്പ് ആവുന്നത് mid-20s. അതുകൊണ്ട് തന്നെ ലോജിക്കലായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഇവർക്ക് സാധിക്കില്ല. എക്സാമ്പിളായിട്ട് ഒരു പാരൻസ് തമ്മിലുള്ള ഇഷ്യൂ, ചൈൽഡിന് മനസ്സിലാവും പാരൻസ് അൺഹാപ്പി ആണെന്ന്. ഇവിടെ ചൈൽഡ് എടുക്കുന്ന അസംഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ കാരണം കൊണ്ടാണ് ഇഷ്യൂ, എൻ്റെ ഫോൾട്ടാണ്. ഇത് എടുക്കാനുള്ള കാരണം ചൈൽഡ് എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് പേഴ്സണലി ആയിട്ടാണ്. കാരണം അതൊരു ഇൻഫൻറ്റ് നേച്ചറാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ എക്സ്പീരിയൻസസ് ആയിരിക്കില്ല ആ വ്യക്തിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. ആ എക്സ്പീരിയൻസ് ആ ചൈൽഡ് എങ്ങനെ പെർസീവ് ചെയ്യുന്നത് എന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സെയിം പാരൻസിന് ഉണ്ടാവുന്ന രണ്ട് ചൈൽഡിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാവുന്നത്. പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും, ബിഹേവിയേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, ഇമോഷണൽ പാറ്റേൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിനെല്ലാം കാരണം ആ ചൈൽഡ് രണ്ടുപേരും പാരൻസിനെ പെർസീവ് ചെയ്യുന്നത് രണ്ട് രീതിയിലായിരിക്കും, എൻവിയോൺമെൻറ്റ് പെർസീവ് ചെയ്യുന്നത് രണ്ട് രീതിയിലായിരിക്കും. സോ അതുകൊണ്ട് ഓരോ വ്യക്തിയിലും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള അസംഷൻസ് ആയിരിക്കും ചൈൽഡ് എടുക്കുക. ഇത് ഓരോ വ്യക്തിയിലും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ആ ചൈൽഡ് പെർസീവ് ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ഒരു ബിലീവ് സിസ്റ്റം ഫോം ചെയ്യുക. ഇവിടെ ചൈൽഡിൻ്റെ അസംഷൻ എന്ന് പറയുന്നത് ഐ ആം നോട്ട് ഗുഡ് ഇനഫ് ആണ്. പിന്നീട് സ്കൂളിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നുമുള്ള എല്ലാ പല എക്സ്പീരിയൻസസ് ഈ ഒരു അസംഷൻ അക്യുമുലേറ്റ് ചെയ്ത് ഇതൊരു ബിലീവ് സിസ്റ്റം ആയിട്ട് ഫോം ചെയ്യും. ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറയുന്ന ആ ബിലീവ് സിസ്റ്റം സ്ട്രോങ് ആക്കണം. പിന്നീട് ഈ വ്യക്തിയുടെ അഡൾട്ട് ലൈഫിലും ഇതിൻ്റെ റിഫ്ലക്ഷൻസ് കാണാൻ സാധിക്കും. ഇതിന് എക്സാമ്പിളാണ് ഒരു വ്യക്തി വളരെ വർക്കഹോളിക്കാണ്, അവർ ഓവർ ടൈം ഇരുന്ന് വർക്ക് ചെയ്യാണ്, സാലറിനേക്കാളും കൂടുതൽ ടൈം ഇരുന്ന് വർക്ക് ചെയ്യാണ്. ഇതെല്ലാം ചെയ്യുന്നത് അൺകോൺഷ്യസ്ലി അവർ വാലിഡേഷൻ സീക്ക് ചെയ്യാണ്. ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറയുന്ന ആ ഒരു ബിലീവ് സിസ്റ്റത്തിന് അവരെ വാലിഡേഷൻ, അവരുടെ സെൽഫ് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ വാലിഡേഷൻ സീക്ക് ചെയ്യുക. ഇവിടെ ആ വ്യക്തി കോൺഷ്യസ്ലി ചെയ്യുന്നതല്ല. ഇവിടെ പുറമെന്ന് നോക്കുമ്പോൾ ഈ വ്യക്തി വളരെ വർക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുമെങ്കിലും ഇവിടെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരുടെ ഫാമിലിയിലാണ്. പിന്നീട് ആ വ്യക്തിയുടെ ക്ലോസ് റിലേഷൻഷിപ്പിലും റിഫ്ലക്റ്റ് ആവാറുണ്ട്. പാർട്ട്ണറുടെ അടുത്ത് നിന്ന് വാലിഡേഷൻ സീക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഓവറായിട്ടുള്ള പൊസസീവ്നെസ്, പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുക. ഇതെല്ലാം അൺകോൺഷ്യസ്ലി ചെയ്യുന്നത് ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറയുന്ന ബിലീവ് സിസ്റ്റത്തിൽ നിന്നാണ്. പല റിലേഷൻഷിപ്പും ട്രൈ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വോയിഡ് ഫില്ല് ചെയ്താവുമ്പോഴാണ് പല റിലേഷൻഷിപ്പിലും ഇഷ്യൂസ് വരുന്നത്.
അതുകൊണ്ട് തന്നെയാണ് പല പ്രസന്റിങ് ഇഷ്യൂസിൻ്റെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ 0 to 7 ഇയേഴ്സ് എന്ന് പറയുന്ന ആ ടൈം പീരീഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു ഫാദർ ഉള്ള വ്യക്തിയുടെ അഡൽട്ട് ലൈഫിൽ ഈ ഒരു ഇമോഷണൽ സപ്പോർട്ട് പലപ്പോഴും ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് സീക്ക് ചെയ്യാറുണ്ട്. ഇത് അൺകോൺഷ്യസ്ലി ചെയ്യുന്നതാണ്. ഈ ഹസ്ബൻഡിന് പലപ്പോഴും ഈ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെയാണ് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇവിടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിട്ടാണ്. പക്ഷെ ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇത് ചൈൽഡ്ഹുഡിൽ നിന്ന് ലേൺ ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, ഏതൊരു റിലേഷൻഷിപ്പിലും മാരി ചെയ്യുന്നത് 2 ഇന്നർ ചൈൽഡാണ്. കാരണം നിങ്ങളുടെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള വൂണ്ടായിരിക്കും ഓരോ റിലേഷൻഷിപ്പിലും പുറത്തോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ചെറിയ ചെറിയ ഇഷ്യൂസും വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് ആയിട്ടും വയലൻസ് ആയിട്ടും ഇമോഷണൽ ഡിസ്റ്റൻസ് ആയിട്ടും എല്ലാം മാറുന്നത്. അതുപോലെ തന്നെയാണ് ചൈൽഡിന്റെ അടുത്ത് ഷൗട്ട് ചെയ്യുക, സ്ക്രീം ചെയ്യുക. ഇതെല്ലാം ചെയ്യുമ്പോൾ ചൈൽഡ് അവിടെ കേൾക്കുന്നത് നിങ്ങളുടെ സംസാരിക്കുന്ന രീതിയിലെ ലോജിക്കോ മറ്റൊന്നുമല്ല. ചൈൽഡ് അവിടെ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടോണും സൗണ്ടും എല്ലാം മാത്രമാണ്. ഇത് ചൈൽഡിൽ പലപ്പോഴും ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യും. അത് പിന്നെ ഒരു ഇറിറ്റേഷൻ ആവും. ഇതെല്ലാം അഡൾട്ട് ലൈഫിലും ചൈൽഡ് പാരന്റിന്റെ അടുത്ത് കാണിക്കും. ഈ ചൈൽഡിന്റെ അഡൾട്ട് ലൈഫിൽ ഇത്തരത്തിലുള്ള ഒരു പാർട്ട്ണറാണ് വരുന്നതെന്ന് വിചാരിക്കാം. ഒരു ഫൈറ്റ് നടക്കുന്ന ടൈമിൽ പാർട്ട്ണർ വളരെ സ്ക്രീം ചെയ്യുക, അതല്ലെങ്കിൽ ഒന്ന് ഷൗട്ട് ചെയ്ത് സൗണ്ട് ഉറക്കെ സംസാരിക്കും. ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ മാനേജർ ഷൗട്ട് ചെയ്യുന്ന ടൈമിൽ ഈ അഡൾട്ടിന് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫിയറും അതുപോലെ തന്നെ ആ ഒരു ഇറിറ്റേഷനും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അഡൾട്ട് അത്തരം സിറ്റുവേഷനിൽ വളരെ ഇറിറ്റേറ്റഡ് ആവുക, അതുപോലെ തന്നെ ഫിയർ വരിക, സാഡ് വരിക, ഇത്തരം മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് എല്ലാം വരുന്നത് ആ ടൈമിൽ അഡൾട്ട് ആ ചൈൽഡിന്റെ രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പല പാരൻസും തമാശയ്ക്ക് മക്കളോട് പറയുന്ന കാര്യമാണ്, നിന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, നീ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, നീ ആ വീട്ടിൽ അവനെ നോക്ക്, ഇവനെ നോക്കി പഠിക്കുക. ഇത്തരത്തിലുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ കേട്ട് വളർന്നവരാണ് നമ്മളിൽ പലരും, അല്ലേ? ഇത്തരത്തിലുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള കമ്പാരിസൺ ചൈൽഡിൽ ഐ എം നോട്ട് ഗുഡ് ഇനഫ്, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒതന്റിക് സെൽഫ് എന്ന് പറയുന്നത് അത്ര നല്ലതല്ല, ഞാൻ ആ വ്യക്തിയുടെ പോലെ ആവണം, അതുപോലെ തന്നെ പല രീതിയിലുള്ള ലിമിറ്റിംഗ് ബിലീവ്സും ക്രിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് ഈ വ്യക്തിയുടെ അഡൽട്ട് ലൈഫിലും റിഫ്ലക്റ്റ് ആവും. ഇത്തരത്തിലുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള കമ്പാരിസൺ നേരിടുന്ന ആൾക്കാരാണ് പലപ്പോഴും ചുറ്റുള്ള ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ഒതന്റിക് ആയിട്ടുള്ള സെൽഫ് എന്ന് പറയുന്നത് അത്ര നല്ലതല്ല, അതുകൊണ്ട് ഞാൻ മറ്റൊരാളെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. ഇതെല്ലാം വരുന്നത് ആ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്നാണ്. ഇന്നത്തെ പല പ്രസന്റിങ് ഇഷ്യൂസിൻ്റെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് 0 to 7 ഇയേഴ്സ് ലേൺ ചെയ്യുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഈ ബിലീവ് സിസ്റ്റം സ്ട്രോങ്ങർ ആക്കുകയും ഈ വ്യക്തിയുടെ അഡൽട്ട് ലൈഫിൽ പല ഡിഫറെൻ്റ് ഏരിയാസിലും പല ഇഷ്യൂസ് ആയിട്ട് അത് കാണാൻ സാധിക്കും. പക്ഷെ ഇത് അൺകോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അത് പ്രസന്റിങ് ഇഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്ത് ആ പ്രസന്റിങ് ഇഷ്യൂസിലായിരിക്കും വർക്ക് ചെയ്യുക. ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഐ ആം നോട്ട് വർത്തി ഓഫ് ലവ്, ഐ ആം ഫെയിലിയർ. ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള പല ബിലീവ് സിസ്റ്റം ആയിരിക്കും നിങ്ങളുടെ പ്രസന്റിങ് ഇഷ്യൂസിൻ്റെ റീസൺ.